സാമുദായിക സമവാക്യങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും അല്ലെ. പറഞ്ഞു വന്നത് NSS SNDP വെള്ളാപ്പള്ളി ഇന്നലെ വൈകുന്നേരമാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഈ പറയുന്ന സുകുമാരൻ നായർ അതായത് അവിടെ രാഷ്ട്രീയം പറഞ്ഞു ചെറുതായിട്ട്, അതായത് NSSുമായി ഉടക്കാനുള്ള കാരണം UDF ആണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പിന്നെ വേറെ എന്തൊക്കെയോ പറഞ്ഞു, എന്താ പ്രതിപക്ഷ നേതാവിന് വട്ടാന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അതിന് പ്രതിപക്ഷ നേതാവിനെ പറ്റി അങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന് വെള്ളാപ്പള്ളി ആലോചിക്കട്ടെ. വെള്ളാപ്പള്ളിയാണ് പറയുന്നത് എന്നുള്ളതാണ് അതിന്റെ. അതെ, അപ്പൊ ജി സുകുമാരൻ അതിനോട് പ്രതികരിക്കുകയാണ്. അതിനോട് പ്രതികരിച്ചത് ഈ പറയുന്ന രീതിയിൽ ഐക്യത്തിന് തയ്യാറാണ്, പക്ഷേ NSSന്റെ മൂല്യങ്ങൾ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഐക്യത്തിനാണ് തയ്യാർ എന്നാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് വേണ്ട നടപടി എടുക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എല്ലാ കാര്യത്തിനും ഒരുപോലെ നിൽക്കും എന്ന് വിചാരിക്കരുത്. NSSന് ചില അടിസ്ഥാന മൂല്യങ്ങളുണ്ട്, അതിൽ കൈവിടാതെ ഇവിടെ ഒരു സാമൂഹ്യ വിഷയത്തിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഒരു കൂടിക്കാഴ്ച ഒരു അവസരം ഉണ്ടായാൽ സാർ തയ്യാറാണോന്ന് അറിയാൻ. അവർ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഞങ്ങൾ ആലോചിക്കും. ടോബി ജോൺസൺ R-Seed എന്ന് പറയുന്ന ഏറ്റവും വിവരങ്ങൾ ആദ്യം ടോബിയിലേക്ക് പോവാം നമുക്ക്. ടോബി ഒരിക്കൽ കേട്ടതാണ് നായർ ഈഴ വായിക്കം എന്നൊരിക്കൽ കേട്ടതാണ്. അത് ഒരുപാട് ആഘോഷിക്കപ്പെട്ടതാണ്. പക്ഷേ ആ നായരീഴ വായിക്കത്തിന് അത് അന്ന് അധികം വായിച്ചുണ്ടായിരുന്നില്ല. പരസ്പര പോർവിളിയും ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടോ? ഇപ്പോഴും പറയുന്നുണ്ട്. ഒരിക്കൽ കൂടി എല്ലാ കാര്യത്തിലും ഇല്ല, ചില വിഷയങ്ങളിൽ ഒന്നിച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ടോബി വളരെ പെട്ടെന്നായിരുന്നു ഇന്നലെ വെള്ളാപ്പള്ളിയുടെ ഓൾ ഓഫ് എ സഡൻ ആ പ്രതികരണം. അതിനോട് ജി സുകുമാരൻ ഇന്നലെ രാത്രി തന്നെ പ്രതികരിച്ചു, കുറച്ചുകൂടി വിശദമായി ഇന്ന് പ്രതികരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? ടോബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി, സ്മിത. എന്തായാലും ഒരു രാഷ്ട്രീയ നീക്കം കേരളത്തിൽ നടക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പാണ് ഈ രാഷ്ട്രീയ സാമുദായിക വാക്യങ്ങൾ മാറിമറിയുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ 2012 നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനൊരു ഐക്യം കണ്ടത്. അന്ന് 5ാം മന്ത്രി സ്ഥാനമൊക്കെ വലിയ ചർച്ചയായി നിൽക്കുന്നതിനിടയിലായിരുന്നു SNDP NSSും ഒന്നിച്ച് നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. പക്ഷെ അധിക നാൾ അത് നീണ്ടുപോയില്ല. കാരണം ഈ മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്ക സംവരണമൊക്കെ വലിയ ചർച്ചയായതിനെ തുടർന്ന് അവർക്ക് അധിക നാൾ അങ്ങനെ യോജിച്ച് പോകാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും അങ്ങനെ ഒരു അവസരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രതികരണം തന്നെയാണ്. ആ പ്രതികരണത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ചില നിലപാടുകളിലുള്ള അതൃപ്തി പരസ്യമായി തന്നെ രൂക്ഷ വിമർശനത്തിന് വെള്ളാപ്പള്ളി നടേശൻ രൂക്ഷ വിമർശനം നടത്തുന്ന കാഴ്ചയും കണ്ടു. എന്തായാലും വെള്ളാപ്പള്ളി നടേശന് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അദ്ദേഹം ഒരു പ്രമുഖനായിട്ടുള്ള ഒരു സമുദായ നേതാവാണ്. അദ്ദേഹത്തെ ഇങ്ങനെ രാഷ്ട്രീയക്കാർ വേട്ടയാടുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ് ഇന്നലെ അദ്ദേഹം ആദ്യം എടുത്തത്, സുകുമാരൻ നായർ ആദ്യം എടുത്തത്. ഒപ്പം തന്നെ ആവശ്യമെങ്കിൽ നിലപാടുകൾ ഒറ്റക്കെട്ടായി എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുമെന്നും പറഞ്ഞു. ഇന്ന് രാവിലെ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ചർച്ചകളൊന്നും നടന്നിട്ടില്ല, പക്ഷേ വേണ്ടി വന്നാൽ ഒരു ചർച്ചയ്ക്കും ഒരു കൂടിക്കാഴ്ചയ്ക്കും തയ്യാറാണെന്നുള്ള ഒരു നിലപാട് കൂടി അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു. അപ്പോഴും NSSും സുകുമാരൻ നായരും പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്, NSSന്റെ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു ഐക്യത്തിനും ഒരു ചർച്ചകൾക്കും മാത്രമേ താങ്കൾ തയ്യാറെടുക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സാമൂഹിക വിഷയങ്ങളിലുള്ള ഇടപെടലാണ് ഉദ്ദേശിക്കുന്നത്. അത് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വെള്ളാപ്പള്ളി ഉയർത്തുന്ന ചില വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാട് NSSനും ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുകയാണ്. ഈ രണ്ട് നേതാക്കളും അവരുടെ നിലപാടിൽ ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ ഒരുമിച്ച് വരുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന് അല്പം കൂടി ഇത് ഒരു വെല്ലുവിളിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ തന്നെ സുകുമാരൻ നായർ VD സതീശനെ വിമർശിച്ചതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് സമാനമായ രീതിയിൽ വെള്ളാപ്പള്ളി കൂടി വിമർശിക്കുമ്പോൾ അത് UDFന് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ള ചോദ്യം ബാക്കിയാകുകയാണ്. ഹാഷ്മി, സ്മിത. പലപ്പോഴും ഇത്തരം ഇപ്പൊ ഇന്നലെ പെട്ടെന്ന് വെള്ളാപ്പള്ളി ഒരു കാര്യം പറയുന്നു, വളരെ പെട്ടെന്ന് പറഞ്ഞതാണോ എന്ന് നമുക്ക് തോന്നും. കാരണം ഇന്നിപ്പോൾ അതിലൊരു പ്രതികരണം എത്തുന്നു, ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അപ്പൊ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളാണോ വരുന്നത്? ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം സീതാറാം ഇതാണ്. പക്ഷെ ഇന്നലെ വെള്ളാപ്പള്ളി പറയുന്നതിന്റെ കോർ ക്രക്സ് UDFനെതിരെയാണ്. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു സമുദായ നേതാവ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ പറ്റി ആ വാക്കൊക്കെ ഉപയോഗിക്കാവോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ. കാര്യം ഇത് പുതിയ കാര്യമല്ല, പഴയത് ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. VD സതീശൻ ആ അർത്ഥത്തിൽ അതിനോട് പ്രതികരിക്കുന്നുമില്ല. ഇന്നലെ മിനിഞ്ഞാന്ന് സമസ്തയുടെ വേദിയിലാണ് VD സതീശൻ ആ കാറിൽ കയറ്റി പരാമർശം നടത്തിയത്. ആത്യന്തികമായി ഐക്യനീക്കം UDFനെതിരാണ് എന്ന് കരുതണോ? UDFനെതിരെ ഒരു ഐക്യനീക്കം എന്നുള്ളതാണോ അതിനെ കാണേണ്ടത്? ശ്രീത്,
ഹാഷ്മി, ഐക്യനീക്കം പൊതുശത്രുവിനെതിരെ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം. കാരണം പ്രതിപക്ഷ നേതാവ് VD സതീശനോ കോൺഗ്രസിലെ ഹൈക്കമാൻഡ് പ്രതിനിധിയായ KC വേണുഗോപാലോ ഒക്കെ ഈ സമുദായ നേതൃത്വത്തിന് മുന്നിൽ പോയി വണങ്ങുന്ന സ്വഭാവക്കാരല്ല. അവരത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നവരല്ല. മാത്രമല്ല സതീശനാകട്ടെ സംസ്ഥയുടെ വേദിയിൽ കാന്തപുരം AP അബൂബക്കർ നേതൃത്വം നൽകുന്ന സംസ്ഥാന വിഭാഗത്തിൻ്റെ സമ്മേളനത്തിലാണ് ശക്തമായ ചില പ്രതികരണങ്ങൾ നടത്തിയത്. ആ പ്രതികരണത്തിന് അവിടെ വെച്ച് തന്നെ വലിയ കയ്യടി ലഭിച്ചു. അപ്പോൾ അതിലുള്ള അസ്വസ്ഥതയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പ്രതികരണങ്ങളിലൂടെ പ്രകടിപ്പിച്ചത്. എന്നാൽ നമ്പൂതിരി മുതൽ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഐക്യത്തിൽ നിന്ന് മാറി അദ്ദേഹം നായാടി മുതൽ നസ്രാണി വരെ എന്ന നിലയിലേക്ക് പുതിയൊരു വിശാല ഐക്യത്തിനുള്ള ആഹ്വാനം ഇന്നലെ നടത്തിയിട്ടുണ്ട്. NSSുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതെല്ലാം പൊതുശത്രുവായ VD സതീശനെതിരെ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. VD സതീശനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് നിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായി അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതുവഴി UDFനെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗും അവരോടൊപ്പമുള്ള സമൂഹവും വലിയ തോതിൽ മേൽക്കൈ നേടുമെന്നുള്ള ഒരു നറേറ്റീവ് കഴിഞ്ഞ കുറേ കാലമായി സംഘപരിവാറും തെരഞ്ഞെടുപ്പ് കാലത്ത് CPIഎമ്മും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. ആ പ്രചരണത്തിൻ്റെ ഒരു മൈക്രോഫോണായി വെള്ളാപ്പള്ളി നടേശൻ മാറുന്ന കാഴ്ചയും നമ്മൾ ഇന്നലെ കണ്ടു. അങ്ങനെ മുസ്ലിം ലീഗായിരിക്കും പ്രാമാണികത്വം നേടുക എന്ന തരത്തിലുള്ള പരാമർശങ്ങളുണ്ടായി. ഇത് സത്യത്തിൽ ഒരു തരത്തിലുള്ള ഒരു സംഘപരിവാർ അജണ്ടയുടെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്ന ഒരു ഇടപെടലായി മാത്രമാണ് ഇതിനെ കാണുന്നത്. അതിന് NSSനെ കൂടി കൂട്ടുപിടിക്കാനുള്ള ശ്രമമാണ്. ഇത്തരത്തിൽ മുസ്ലിം വിരോധം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ വെള്ളാപ്പള്ളിയിൽ നിന്ന് അടിക്കടി ഉണ്ടാകുമ്പോൾ ആ കാര്യത്തിൽ CPM പുലർത്തുന്ന മൗനവും വളരെ കുറ്റകരമായ മൗനമാണെന്ന കാര്യം വിമർശനമായി പാർട്ടിക്കകത്തു തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും ഇത് VD സതീശൻ എന്ന പൊതുശത്രുവിനെതിരെ ഒന്നിക്കുന്ന ഒരു നീക്കത്തിനപ്പുറത്തേക്ക് ഇതിനെന്തെങ്കിലും പൊതു രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ തലത്തിലോ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഈ ഘട്ടത്തിൽ കരുതുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.